അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനം ടി വിയാണ്, അല്ലെങ്കിൽ ഏതോ ഒരു ശാഖാ മീറ്റിംഗ് ആണെന്ന് വിചാരിച്ച് ഇസ്ലാമിനെതിരെ പച്ചക്കള്ളം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആരിഫ് ഹുസൈൻ ലണ്ടനിൽ അദ്നാൻ റാഷിദ് ഉസ്താദിൻ്റെ മുന്നിൽപ്പെട്ട് നാട്ടിൽ പറയുന്നത് പോലെയുള്ള പച്ചക്കള്ളം അവിടെ പോയി ഛർദ്ദിച്ചപ്പോൾ, കൈയോടെ പിടിച്ച് തെളിവ് ആവശ്യപ്പെട്ടപ്പോൾ മൈക്കുമെടുത്ത് ഓടടാ എന്നും പറഞ്ഞ് ഓടിയത്, അവിടെ നിന്നവർ കൂവി ഓടിച്ചത്, വിദേശ രാജ്യത്ത് പോയി കൈയോടെ പിടിക്കപ്പെടുന്ന ആ മനോഹരമായ വീഡിയോ ഒന്നുകൂടെ കാണാം. Find the evidence online. And you are welcome. A verse from the Quran. Yes. You're going to post. No, I'm not shaking a Zionist hand. That's Okay, wait. So, I'm not. Wait. You're going to post. Wait, hold on. You're going to post a verse from the Quran. You're going to post a verse from the Quran that says Muslims can marry their daughters. Yes, I will. You're going to. And if it's not there, I will apologize. a verse from the Quran. A verse from the Quran. Yes. Okay, he will apologize. That's it. Okay. By the way, are you here next Sunday? No, I will apologize. Are you here next Sunday? No. I'm asking a question. Why? We the Muslims know why marrying our daughters is wrong. We know it's haram. It's not allowed in Islam. Why is it wrong to you? I want to know. This answer is not. This answer? Another point. That's not my question. Why? What is your moral source to say that you cannot sleep with your mother? In Islam, is there a rule that you can marry your child if that child is born out of wedlock? Haram. I'm saying haram. It is halal in Islam. I've been studying Islam for 20 years. I'm saying it's absolutely, you're lying. You're lying against our faith. It's not The Quran. ഈ വീഡിയോക്കകത്ത് ആരിഫ് ഹുസൈനോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ആശയം വെച്ചുകൊണ്ട്, നിരീശ്വരവാദ സ്വതന്ത്ര ചിന്ത ആശയം വെച്ചുകൊണ്ട് എങ്ങനെയാണ് സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണ്, എന്തടിസ്ഥാനത്തിലാണ് പറയാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യം അദ്നാൻ റാഷിദ് ഉസ്താദ് അവനോട് ചോദിക്കുകയാണ്. അതായത് അത് തെറ്റാണെന്ന് പറയാനുള്ള അടിസ്ഥാനം എന്താണ്? അത്രയും നേരം അവിടെ നിന്നിട്ട് പോലും ആരിഫ് ഹുസൈന് സ്വന്തം ആശയം വെച്ചുകൊണ്ട് സ്വന്തം മാതാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവൻ്റെ ആശയത്തിൽ അത് എങ്ങനെ തെറ്റാകും? അത് പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് അവനെ കൊണ്ട് ഇത്രയും വൃത്തികെട്ട, കേട്ടാൽ പോലും അറപ്പ് തോന്നുന്ന ഈ വൃത്തികെട്ട കാര്യം എന്തുകൊണ്ട് തെറ്റാണ്? എന്ത് കാരണം കൊണ്ട് തെറ്റാണ്? എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? കാരണം അത്രത്തോളം വൃത്തികെട്ട ഒരു ആശയം കൊണ്ടു നടക്കുന്ന വ്യക്തിയാണ് ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന പെരും നുണയൻ. നമ്മളെ പാലൂട്ടി വളർത്തിയിട്ടുള്ള, നമ്മളെ പ്രസവിച്ച് നമ്മളെ ഉമ്മാനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ഒരു ചേ എന്നൊരു വാക്ക് പോലും നിങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത്. സ്വന്തം മാതാവിനോട് ചേ എന്ന വാക്ക് പോലും പറയാൻ പാടില്ല. സ്വന്തം ഉമ്മാന്റെ മരണം വരെ സെക്ഷുവലൈസ് ചെയ്തുകൊണ്ട്, ലൈംഗികവൽക്കരിച്ചുകൊണ്ട് അവൻ്റെ കാണികൾക്ക്, അവന് ഫണ്ട് കൊടുക്കുന്നവന്മാർക്ക് സന്തോഷിക്കാനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി സ്വന്തം മാതാവിനെക്കുറിച്ച്, മരിച്ചു കിടക്കുന്ന ഉമ്മാനെക്കുറിച്ച് മോശമായിട്ടുള്ള, ലൈംഗികപരമായിട്ടുള്ള വാക്കുകൾ എഴുതി ചേർക്കുകയാണ്. ആരിഫെ, നീ പറ, എന്തുകൊണ്ട് അവർ നിന്നോട് സ്വന്തം മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണ്, എന്ത് അടിസ്ഥാനത്തിൽ തെറ്റാണെന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് നിന്നോട് പറയാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് നീ അവിടെ മറുപടി പറഞ്ഞില്ല? എന്തുകൊണ്ട് നിന്നെ കൊണ്ടത് തൊടാൻ സാധിച്ചില്ല? സത്യത്തിൽ അവനെ കൊണ്ടത് പറയാൻ സാധിക്കൂല. കാരണം അവൻ്റെ ആശയം സ്വതന്ത്ര ചിന്ത ആശയം അല്ലെങ്കിൽ നിരീശ്വരവാദ ആശയം അത് അനുവദിക്കുന്നുണ്ട്, പരിപൂർണമായിട്ട് അനുവദിക്കുന്നുണ്ട്. ഒരു തരത്തിലും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാനായിട്ടുള്ള ഒരു ബേസ് പോലും, ഒരു അടിസ്ഥാനം പോലും അവരുടെ കയ്യിലില്ല. നമ്മൾ ചുമ്മാ പറയുന്നതാണോ? അല്ല, ആരിഫിൻ്റെ ആശയത്തിൽ തന്നെയുള്ള കാര്യമാണെന്ന് അവർ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ആരിഫിൻ്റെ സ്വന്തം സംഘടന ബെസ്റ്റ് ഫ്രീ തിങ്കർ അവാർഡ് ആരിഫിന് കൊടുത്ത അതേ സംഘടന, നിങ്ങളിത് അറിയണം സുഹൃത്തുക്കളെ, കേരളത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദ സമ്മേളനത്തിൽ എസൻസ് ഗ്ലോബൽ എന്ന സംഘടനയുടെ പ്രോഗ്രാമിൽ സ്വന്തം മാതാവിനെക്കുറിച്ചും സ്വന്തം സഹോദരിയെക്കുറിച്ചും പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. സ്വതന്ത്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്, ഇഫ് ദേ ആർ വില്ലിംഗ്, ലെറ്റ് ദം ഡു. അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല. എന്താ പറഞ്ഞത്? താല്പര്യമുണ്ടെങ്കിൽ സ്വന്തം മാതാവുമായിട്ടും സഹോദരിയുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, അതിൽ തെറ്റില്ലത്രേ. കേരളത്തിൽ പബ്ലിക്കായിക്കൊണ്ട് ഏറ്റവും വലിയ നിരീശ്വരവാദ സമ്മേളനത്തിൽ പറയാണ്, ആരിഫ് ഹുസൈൻ പ്രവർത്തിക്കുന്ന അതേ സംഘടന സ്വന്തം സഹോദരിയുമായിട്ടും മാതാവുമായിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയാൻ സാധിക്കില്ലത്രേ. അത് മാത്രമാണോ? അല്ല, ഉപദേശിക്കുകയാണ്. എന്താ പറയുന്നത്? ഇഫ് ദേ വാണ്ട്, ലെറ്റ് ദം ഡു. അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ, നമ്മൾ തടയാൻ പോകണ്ട. രണ്ട് ഫ്രീ തിങ്കേഴ്സ്, അവർ സഹോദരനും സഹോദരി ആയിക്കോട്ടെ, മാതാവും മകനും ആയിക്കോട്ടെ, എന്നാൽ പോലും ലൈംഗികമായി ബന്ധപ്പെടുന്നതിന് തെറ്റെന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന്. ഇതൊക്കെയാണ് ഇവന്മാരുടെ ആഗ്രഹം,
ഇതാണ് ഇവരുടെ ആശയം എന്നുള്ളത്. ഏറ്റവും കോമഡി, ഈ ഒരു ചോദ്യം ആരിഫിനോട് ചോദിച്ച സമയത്ത് ഉത്തരം കിട്ടാതെ ഇവൻ ലൈവിൽ ഇരുന്നു കൊണ്ട് ജനൻ ടി വിയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നത് പോലെ കുറേ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. തനി മണ്ടത്തരങ്ങൾ, അത് കൈയോടെ പിടിക്കും ചെയ്യുന്നുണ്ട്. ഇത് ജനൻ ടി വി അല്ലല്ലോ, അല്ലെങ്കിൽ ശാഖാ മീറ്റിംഗ് അല്ലല്ലോ. എന്ത് തോന്നിവാസവും വിളിച്ചു പറഞ്ഞിട്ട്, എന്ത് മണ്ടത്തരവും വിളിച്ചു പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ. അവൻ്റെ മണ്ടത്തരത്തിലൊരു മണ്ടത്തരാണ് ഇൻസെസ്റ്റ് സെക്സ്. സ്വന്തം മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റാണെന്ന് സയന്റിഫിക് പഠനങ്ങൾ പറയുന്നുണ്ട് അത്രേ. ഇതൊക്കെ പറയാനുള്ള കോൺഫിഡൻസ് എന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ബബ്ബ ഉത്തരമൊന്നുമില്ല. ശാസ്ത്രീയ പഠനങ്ങൾ പറയാനത്ര എന്ത് ഇൻസെസ്റ്റ് സെക്സ് ചെയ്യുന്നത്, സ്വന്തം മാതാവുമായിട്ട് ബന്ധപ്പെടുന്നത് തെറ്റാണെന്ന്. ഇവനെ എവിടുന്ന് ആ സയൻസ് പഠിച്ചത്? ഇവന്റെ സയൻസ് ടീച്ചർ ആരാണ്? അറിയാത്തോട് ചോദിക്കുക. എന്താണ് സയൻസ് ആരിഫ് ഹുസൈനെ? അതെങ്കിലും പഠിക്കുക, ബേസിക് കാര്യങ്ങൾ പഠിക്കുക. സയൻസ് ഈസ് മോറലി ന്യൂട്രൽ. സയൻസ് ഒരിക്കലും ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് പറയില്ല. നിനക്ക് ശാസ്ത്രവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. വിശ്വാസികളുടെ സയൻസ് ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട, അത് പോട്ടെ. അറ്റ്ലീസ്റ്റ് നിരീശ്വരവാദികളുടെ ക്ലാസ്സിലെങ്കിലും പങ്കെടുത്തിട്ട് ബേസിക് നോളജ് ഉണ്ടാക്കാൻ നോക്കുക ആരിഫെ. ഒരു നിരീശ്വരവാദി സയൻസിന്റെ ബേസിക് പഠിപ്പിക്കുന്ന വീഡിയോ കാണാം. ആരിഫെ വീഡിയോ കണ്ടോ? ശാസ്ത്രത്തിനകത്ത് മൂല്യങ്ങളൊന്നുമില്ല. അത് അറിവാണ്. അറിവും വിവേകവും തമ്മിൽ വലിയൊരു ഗ്യാപ്പുണ്ട്. അത് എല്ലാവരും തുല്യരാണെന്നുള്ളത് അറിവായിരിക്കും. അത് ബിഹേവിയറിൽ വരുമ്പോഴാണ് നിങ്ങൾ വിവേകത്തിന്റെ ഭാഗമാണ്. അത് വിസ്ഡമായി മാറുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്കിപ്പോ വെട്ടുകത്തി ഉണ്ടാക്കാനേ ശാസ്ത്രത്തിന് പറ്റൂ. തേങ്ങ പൊതിക്കണോ തലക്കിട്ട് വെട്ടണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് സിംപ്ലി കോൾഡ് വകതിരിവ്. എങ്ങനെയുണ്ട്? സയൻസ് എന്ന് പറയുന്നത് മോറലി ന്യൂട്രലാണ്. ഒരു കാര്യം തെറ്റാണോ ശരിയാണോ എന്ന് സയൻസ് പറയില്ല. വൈശാഖൻ തമ്പി തന്നെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ല ആരിഫെ, ഇത് നീ ഉദ്ദേശിക്കുന്നത് അടുത്ത തലമുറ, അതായത് സ്വന്തം മാതാവുമായിട്ടും സഹോദരിയുമായിട്ടൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അടുത്ത തലമുറ, ആ തലമുറയിൽ ജനിതക പ്രശ്നങ്ങൾ, ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടാകും എന്നുള്ളതാണോ? അതാണോ നിന്റെ പ്രശ്നം? അതിനുള്ള ഉത്തരവും നിന്റെ അതേ സംഘടന പറയുന്നുണ്ട്. ഇവന്റെ സ്വന്തം നിരീശ്വരവാദ സംഘടനയിൽ എസൻസ് ഗ്ലോബലിന്റെ സ്വന്തം അമ്മയുമായും പെങ്ങളുമായി ബന്ധപ്പെടുന്നത് കുഴപ്പമില്ല എന്ന് ക്ലാസ് എടുത്ത അതേ മഹാൻ വിവരിക്കുന്നുണ്ട്. കേട്ടുനോക്ക്. ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇൻസെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ആ കളിയാട്ടം എന്ന് പറയുന്ന പ്രസന്റേഷൻ ഒരു റീപ്രൊഡക്റ്റീവ് സെക്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയെ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉറക്കം വരുന്നത് എങ്ങനെയാണ് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമറ്റോജനിസിസ് മുതൽ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കാര്യങ്ങൾ മുതൽ തുടങ്ങി ഫെർട്ടിലൈസേഷനോ അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഡെവലപ്മെന്റ് ബയോളജിയൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് കടക്കാൻ. ഒരു റീപ്രൊഡക്റ്റീവ് ബയോളജിയെ പറ്റി പറയുകയാണ്. അങ്ങനെ ഒരു സംഭവമേ അതിൻ്റെ അകത്തില്ല. അത് അവിടെ പറയുന്നത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു സെക്സിനെ പറ്റി അല്ല, ഒരു റിക്രിയേഷണൽ സെക്സിനെ പറ്റിയാണ്. നിങ്ങൾ ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രസന്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കണം. പക്ഷേ അപ്പൊ അത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. സ്വന്തം മാതാവുമായിട്ടും പെങ്ങളുമായിട്ട് ബന്ധപ്പെടാം, ഒരു കുഴപ്പമില്ല, ഇഫ് ദേ വാണ്ട് ലെറ്റ് ദം ഡു എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ, അതിനെതിരെ വ്യാപകമായിട്ടുള്ള മനുഷ്യന്മാർക്കിടയിൽ നിന്നുള്ള, വിശ്വാസികൾക്കിടയിൽ നിന്നുള്ള പ്രതിഷേധം ഉണ്ടായ സമയത്ത്, അവരെ ട്രോളിയ സമയത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് മനുപ്രസാദ് ചെയ്ത രണ്ടാമത്തെ ക്ലാസ്സാണിത്. ഇതിൽ പറയുന്നത് എന്താ? അത് റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സെക്സിനെ കുറിച്ചല്ല അത്രേ പറഞ്ഞത്. അയ്യോ, അത് വലിയ കാര്യമായി പോയി. പിന്നെ എന്തിനെ കുറിച്ചാണോ പറഞ്ഞത്? ഒരു രസത്തിന് വേണ്ടി സെക്സ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അത്രേ. അപ്പോൾ വലിയ കാര്യമായി പോയി. ഉളുപ്പുണ്ടോ ചെങ്ങായിമാരെ എങ്ങനെ ന്യായീകരിക്കാനായിട്ട്? ഇതാണ് നിരീശ്വരവാദ ആശയം. ഇതേ കാര്യം ആ സമയത്ത് ആരിഫ് ഹുസൈനോട് അദൻ റാഷിദ് ഉസ്താദ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് റീപ്രൊഡക്ഷനെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സെക്സ് അത് ഓക്കെയാണോ ചോദിക്കുന്നുണ്ട്. അവിടെയും കുടുങ്ങുന്നുണ്ട് ആരിഫ്. മിണ്ടാട്ടം കിട്ടുന്നില്ല. അവൻ്റെ ആശയം കൊണ്ട് അവനക്ക് ഒരിക്കലും സ്വന്തം മാതാവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, സ്വന്തം സഹോദരിയുമായിട്ട് ബന്ധപ്പെടുന്നത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല, ഒരിക്കലും പറയാൻ സാധിക്കില്ല. മുസ്ലിങ്ങൾക്ക് വ്യക്തമായി കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളതിൽ. നാട്ടുകാർ കാണും, നാളെ പിടിച്ച് ട്രോളും എന്നുള്ള പേടി കൊണ്ടൊക്കെ ചുമ്മാ തെറ്റാണെന്നൊക്കെ പറയും, പക്ഷേ പറയാൻ സാധിക്കില്ല. എന്തുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. ഉത്തരം പറയാൻ കഴിയാതെ മെഴുകി അവസാനം ആരിഫ് ഒരു മരത്തിൽ നിന്ന് അടുത്ത മരത്തിലേക്ക് ഒരു ഏറ്റച്ചാട്ടം. അതോടുകൂടി ആരിഫ് ഹുസൈൻ ഹൈഡ്രജൻ ബലൂണിൽ സ്പേസിലേക്ക് യാത്രയായി. പിന്നെ കളറിയിലെ ആശാന്മാർ പഠിപ്പിച്ചു കൊടുത്ത 19ാമത്തെ അടവ് ഓട്ടം. അതായിരുന്നു ഏറ്റവും അവസാനം നടന്നത്. ഇവിടെ എന്താണ് ആരിഫ് ഹുസൈൻ പറയുന്നത്? ഖുർആനിൽ സ്വന്തം മകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, വിവാഹം കഴിക്കുന്നത് ബിരിയാണി വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, അല്ലെ? ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം മകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അതിനനുവദിക്കുന്ന, വിവാഹം കഴിക്കാൻ അനുവദിക്കുന്ന ഖുർആൻ വചനമുണ്ടെന്ന് ആരിഫ് ഹുസൈൻ പറയുകയാണ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണം
അള്ളാഹുവിന്റെ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന്റെ സംസാരമാണ്, അറബിയിലുള്ള സംസാരമാണ്, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിക്കപ്പെട്ടതാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന വഹി, റവലേഷൻ അതിനകത്തുണ്ട്. ഖുർആനിൽ ഏത് ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എടുത്തരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നടന്നത് ചരിത്രം, കോമഡി, വൻ കോമഡി. തെളിവ് ആവശ്യപ്പെട്ട സമയത്ത് ആരിഫ് ഹുസൈൻ തുടങ്ങിയ പരിപാടി തോണ്ടൽ, ഫോണിൽ തോണ്ടൽ. ചാച്ചിപ്പിറ്റ് പോലും അവനെ കൈവിട്ട് ഓടെ വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അവർ നന്നായിട്ട് അറിയാം ഖുർആന്റെ അകത്ത് അങ്ങനെ ഒരു സാധനമല്ല എന്നുള്ളത്. 4 സംഖ്യകളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒരു ചായക്കാശ് കിട്ടാൻ വേണ്ടിയിട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക, അഭിനയിച്ചുകൊണ്ടിരിക്കുക, ഒരു നാണവും മാനവും ഇല്ലാതെ. എന്തിനേറെ പറയുന്നു, ആരിഫ് ഹുസൈൻ പച്ചക്കള്ളങ്ങൾ നിരന്തരം പറയാൻ വേണ്ടി എടുക്കുന്ന, ഇൻഫർമേഷൻ എടുക്കുന്ന സോഴ്സ് ആൻസറിങ് ഇസ്ലാം വെബ്സൈറ്റ്. ആ വെബ്സൈറ്റ് എഴുതുന്ന വ്യക്തിയായിട്ടുള്ള സാമുമായിട്ട് പബ്ലിക്കായി സംവാദം നടത്തിയിട്ടുള്ള, ഡിബേറ്റ് നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അദ്നാൻ റാഷിദ് ഉസ്താദ്. അദ്ദേഹത്തോടാണ് ഇവന്റെ പച്ചക്കള്ളം പറഞ്ഞത്. ആരിഫ് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം നെറ്റില്ല, ഞങ്ങൾ ഫോൺ തരാമെന്ന് പറഞ്ഞ് നാണം കെട്ട് അവിടുന്ന് ഇറങ്ങി ഓടേണ്ട അവസ്ഥ. പല സമയത്ത് ആരിഫ് ഹുസൈൻ പച്ചക്കള്ളം, ഇസ്ലാമിനെ പറ്റിയിട്ടുള്ള പച്ചക്കള്ളം പറഞ്ഞിട്ടുണ്ട്. പച്ചക്കള്ളം കൈയോടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കൈയോടെ പിടിച്ച സമയത്ത് അവൻ അന്ന് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ടോളൂ. നുണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ നമ്മൾ നടത്താൻ പോകുന്നില്ല. കേട്ടല്ലോ, ഞാൻ നുണ പറയുന്നവനാണ്, ഞാൻ ഇനിയും നുണ പറയും. എടാ, നുണ പറഞ്ഞാൽ ഇങ്ങനെ നാണം കെടുടോ, നാണം കെടും. ഇങ്ങനെയൊക്കെ പറയാൻ വേണം ഒരു തൊലിക്കട്ടി. കാണ്ടാമൃഗം വരെ ഇറങ്ങി ഓടിപ്പോവും. അതോടുകൂടി എന്തായാലും മറ്റു ചില നുണയന്മാർ, സപ്പോർട്ടിംഗ് നുണയന്മാർ, ഖുർആനിൽ അങ്ങനെ ഒരു ആയത്തില്ല എന്ന് പറഞ്ഞു വരെ പോസ്റ്റ് ഇട്ടു. ഇനി ആയത്ത് പോട്ടെ, ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ടോ? ഒരു സ്വഹീഹായ ഹദീസ് ഉണ്ടോ? ഇല്ല, ഒരു സ്വഹീഹായ ഹദീസും ഇല്ല. അള്ളാഹുവിൻ്റെ വഹിയായിട്ടുള്ള, അള്ളാഹുവിൻ്റെ സംസാരമായിട്ടുള്ള ഖുർആനില്ല, അള്ളാഹുവിൻ്റെ മറ്റൊരു വഹിയായിട്ടുള്ള ഹദീസുമില്ല. പിന്നെ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ടോ? അതുമില്ല. അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഭൂരിപക്ഷ അഭിപ്രായമുണ്ടോ? അതുമില്ല. പിന്നെ എന്താണുള്ളത്? തരികിട. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആരിഫ് ഹുസൈൻ്റെ തരികിടകൾ, ചപ്പടി വിദ്യകൾ ആരംഭിക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരിഫ് ഹുസൈൻ ഈ ചോദ്യം അവിടെ വെച്ച് ചോദിച്ച സമയത്ത് ഉസ്താദ് അദ്നാൻ റാഷിദ് ഡയറക്റ്റ് ആയിക്കൊണ്ട് അതിന് ആൻസർ ചെയ്യുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. You can marry your child if that child is born out of wedlock. Haram. I'm saying haram. It is halal in Islam. I've been studying Islam for 20 years. I'm saying it's absolutely, you're lying. You're lying against our faith. കേട്ടല്ലോ, എന്താ ഉസ്താദ് പറഞ്ഞത്? ഹറാം, ഹറാമാണ്. അതാണ് ഇസ്ലാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. അതാണ് ഇസ്ലാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. ഇറ്റ്സ് ഹറാം. അത് എങ്ങനെ ജനിച്ച കുട്ടിയായിക്കോട്ടെ, അത് ഇസ്ലാമിക ലോ അനുസരിച്ച് കൊണ്ട് ജനിച്ച കുട്ടിയോ അല്ലാതെ ജനിച്ച കുട്ടിയോ ആയിക്കോട്ടെ, ഇറ്റ്സ് ഹറാം. ഇറ്റ്സ് ഹറാം, ഫോർബിഡൻ. അത് നിഷിദ്ധമാണ്, പരിപൂർണമായിട്ടും നിഷിദ്ധമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള നിലപാട്. ഖുർആനിൽ വളരെ കൃത്യമായിക്കൊണ്ട് സ്വന്തം മകളെ വിവാഹം കഴിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നുണ്ട്. സൂറത്ത് നിസായിലെ 23-ാമത്തെ വചനം അള്ളാഹു പറയാണ്, നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ പുത്രിമാർ, നിങ്ങളുടെ സഹോദരിമാർ, പിതൃ സഹോദരിമാർ തുടങ്ങി ഒരു ലിസ്റ്റ് പറയുന്നു. അള്ളാഹു പറയാണ്, ഇവരെയൊക്കെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ആ ലിസ്റ്റിനകത്ത് ആരുണ്ട്? നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ പുത്രിമാർ. അതല്ല വിഷയം, അതല്ല വിഷയം. ആരിഫ് ഹുസൈൻ്റെ എസൻസ് ഗ്ലോബൽ സംഘടന സ്വന്തം മാതാവുമായിട്ടും സ്വന്തം സഹോദരിയുമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞ സമയത്ത് ഖുർആൻ പറയാണ്, നിങ്ങളുടെ മാതാക്കൾ, നിങ്ങളുടെ പുത്രിമാർ, സഹോദരിമാർ തുടങ്ങി ഇവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വിവാഹം കഴിക്കരുത്. അത് നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, അത് ഹറാമാണെന്ന് വ്യക്തമായിക്കൊണ്ട് പറയാണ്. അപ്പൊ എന്താ മനസ്സിലായത്? ഖുർആനകത്ത് വിവാഹം കഴിക്കാൻ പാടുണ്ട് എന്നല്ല, പാടില്ല എന്നാണുള്ളത്. പാടുണ്ട് എന്നല്ല, പാടില്ല. വിവാഹം കഴിക്കാൻ പാടില്ല എന്നാണുള്ളത്. ഓക്കെ, ഖുർആനകത്ത് പറയുന്നുണ്ട്. പിന്നെ ആരിഫിൻ്റെ ഒരു ഗതിയുമില്ലാത്ത തരികിടയാണ്, ചപ്പടി വിദ്യകളാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് വ്യക്തമായി ധാരണയില്ലാത്ത ആളുകൾ, അവരെ മുന്നിലേക്ക് ചില ചപ്പടി വിദ്യകളുമായിട്ട്, ചില ബോർഡുമായിട്ട്, ചില പോസ്റ്ററുമായിട്ട് കുറച്ച് സംഘികളെയും ക്രിസംഘികളെയും ഇറക്കി വിട്ടിട്ടുണ്ട്. ആരിഫിൻ്റെ ഈ വീഡിയോ അവൻ നാണം കെട്ട്, നുണ പിടിക്കപ്പെട്ട സമയത്ത് നാണം കെട്ട് ഓടിയ വീഡിയോ, ഈ വീഡിയോ എവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, ആരൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ താഴേക്ക് വന്നിട്ട് ഈ പോസ്റ്ററുമായി ഈ സംഘികളും ക്രിസംഘികളും എത്തും. ആരിഫ് ഇറങ്ങി ഓടിയ ആ ഒരു ഡിബേറ്റ് ഉണ്ടല്ലോ, അതിൽ ഒരാൾ ഒരു ബോർഡ് പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഹോട്ടലിന് മുന്നിലൊക്കെ ഊണ് റെഡി എന്നൊരു ബോർഡ് പിടിച്ച് നിൽക്കുന്നത് പോലെ, അതേപോലെ തന്നെ കുറേ പോസ്റ്ററുമായിട്ട് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണോ ഖുർആൻ ആയത്ത്? ഇതാണോ ഖുർആൻ ആയത്ത്? ഇങ്ങനെയൊക്കെ പറഞ്ഞു വിടാൻ മാത്രം ഇവന്മാർ തനി മണ്ടന്മാരായതുകൊണ്ടാണോ ആരിഫെ? തനി മണ്ടന്മാരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിനക്ക് പറ്റിക്കാൻ എളുപ്പമായിരിക്കും ആരിഫെ, അല്ലേ? പക്ഷെ എന്നാലും ഒരു മനുഷ്യരല്ലേടാ. ആരിഫ് ഹുസൈൻ ഇവിടെ ചെയ്യുന്ന ചപ്പടി വിദ്യ അത് എന്താണെന്നുള്ളത് വിശദീകരിച്ചു തരാം. നിങ്ങൾ ന്യായ വൈകല്യങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലേ?
അതായത് ലോജിക്കൽ ഫാലസീസ്. നമ്മൾ പലപ്പോഴായിട്ട് ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിനെ യുക്തിപരമായി കൊണ്ട് വിശദീകരിക്കാനോ അതിനെ നേരിടാനോ സാധിക്കാതെ വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില യുക്തിരഹിതമായിട്ടുള്ള വാദങ്ങൾ, അതാണ് ലോജിക്കൽ ഫാലസീസ്. ഒരു ചർച്ചയിൽ ഉത്തരം മുട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്ത കൂട്ടുന്നുണ്ട്, ഞാൻ എന്തോ സംഭവമാണെന്ന് ജനങ്ങളെ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കാനുള്ള ചില തരികിട. ഈ ഒരു അവസരങ്ങളിലൊക്കെയാണ് സാധാരണയായിക്കൊണ്ട് ലോജിക്കൽ ഫാലസികൾ അവർ ഉപയോഗിക്കാറുള്ളത്. ഈ പരിപാടി തന്നെയാണ് ആരിഫ് ഹുസൈൻ ഇവിടെയും ചെയ്തിട്ടുള്ളത്. ആരിഫ് ഹുസൈൻ ഇവിടെ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഫാലസിയാണ് വീക്ക് മാൻ ഫാലസി. നമ്മൾ സാധാരണ പറയാറുള്ള സ്ട്രോമാൻ ഫാലസിയുടെ മറ്റൊരു ടൈപ്പ്. അതായത് വളരെ സിമ്പിളായിട്ട് പറയാന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആശയത്തിനെ, ഒരു ഐഡിയോളജിയെ നിങ്ങൾക്ക് വിമർശിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവർ ചെയ്യുന്ന ഒരു തന്ത്രം എന്താന്ന് വെച്ചാൽ, ആ ഐഡിയോളജിക്കകത്തുള്ള ഒഫീഷ്യലായിട്ടുള്ള ആശയത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള നിലപാടല്ല നോക്കുക, പകരം വളരെ കുറച്ച് ആളുകളുടെ ഒപ്പീനിയൻസ് അതാണ് എടുക്കുക. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള ആ ഒപ്പീനിയനാണ് ഈ ആശയത്തിന്റെ മൊത്തത്തിലുള്ള നിലപാട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. എന്നിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുന്ന പരിപാടി. ഇതിനെയാണ് നമ്മൾ വീക്ക് മാൻ ഫാലസി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ആരിഫ് ഹുസൈൻ ചെയ്യുന്നത്? ഇസ്ലാമിൽ ഒരുപാട് സ്കൂൾസ് ഉണ്ട്, അതായത് മദ്ഹബുകൾ. അതിൽ ഇപ്പോഴുള്ള ഏറ്റവും അറിയപ്പെടുന്ന 4 മദ്ഹബുകൾ. ഒന്ന് ഹനഫി മദ്ഹബ്, ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെ വന്നിട്ടുള്ള ഹനഫി മദ്ഹബ്. രണ്ടാമതായിക്കൊണ്ട് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെ വന്നിട്ടുള്ള മാലിക്കി മദ്ഹബ്. മൂന്നാമതായിക്കൊണ്ട് ഇമാം ഷാഫി റഹിമുള്ള അദ്ദേഹത്തിലൂടെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലൂടെയും വന്നിട്ടുള്ള ഷാഫി മദ്ഹബ്. നാലാമതായിക്കൊണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയിലൂടെ വന്നിട്ടുള്ള ഹംബലി മദ്ഹബ്. ഈ മദ്ഹബുകളിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് പണ്ഡിതന്മാരുണ്ട്. അതിൽ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ട് ലക്ഷക്കണക്കിന് ശിഷ്യന്മാരുമുണ്ട്. ഇത്രയും വലിയ ഒരു മേഖലയാണ് ഈ മദ്ഹബുകളുടെ ഏരിയ എന്നുള്ളത്. അവിടെ സ്വാഭാവികമായിട്ടും 2 തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഫിഖ്ഹി വിഷയങ്ങളിൽ, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ സ്വാഭാവികമായിട്ടുണ്ടാവും. ഒന്ന്, ബഹുഭൂരിപക്ഷം ആളുകൾ സ്വീകരിക്കുന്ന ഒരു നിലപാടും, അതേപോലെ തന്നെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആളുകൾ സ്വീകരിക്കുന്ന, വളരെ കുറച്ച് ആളുകൾ മാത്രം സ്വീകരിക്കുന്ന മറ്റൊരു നിലപാടും. അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശാസ്ത്രീയ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ആസ്ട്രോണമി, മൾട്ടി മെസഞ്ചർ ആസ്ട്രോണമി, ഈ ഒരു വിഷയത്തിൽ മെജോറിറ്റി ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാവും. അതേ സമയത്ത് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള അഭിപ്രായവും ഉണ്ടാവും. ഇതിൽ ശാസ്ത്രത്തിന്റെ ഔദ്യോഗികമായിട്ട് നിലപാട് എന്തായിരിക്കും? മെജോറിറ്റി ആയിട്ട് നിലപാടായിരിക്കും. കാരണം അതിനായിരിക്കും കൂടുതൽ എവിഡൻസ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ ചെയ്യുന്ന പരിപാടി ഔദ്യോഗികമായിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനെ മറച്ചു വെച്ചുകൊണ്ട് വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ചില ആളുകൾ പറയുന്ന അഭിപ്രായത്തിനെ മാത്രം എടുത്ത് പെരുപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട കാര്യം, സ്വന്തം മകളെ വിവാഹം കഴിക്കുക, ലൈംഗികമായി ബന്ധപ്പെടുക എന്നുള്ള കാര്യം ഇസ്ലാമിൽ തല പോകുന്ന കാര്യമാണ്. സ്വന്തം മകളുമായിട്ട് ഒരുത്തൻ സ്വന്തം മകളുമായി ശയിച്ചിട്ടുണ്ടെങ്കിൽ അവന് തല പോകും. ഇസ്ലാമിൽ അവന് വധശിക്ഷയാണുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഒരേ അഭിപ്രായം മാത്രമേ ഉള്ളൂ. പിന്നെ വിവാഹത്തിലൂടെ അല്ലാതെ ഇല്ലീഗലായിട്ട് ജനിക്കുന്ന പെൺകുട്ടികളുടെ കാര്യത്തിലാണ് ഈ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള, ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ആ ഒരു ചർച്ച, ആ ഒപ്പീനിയൻസ് ഉള്ളത്. അതായത് അത് മോശമാണ്, അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന ഒരു അഭിപ്രായം ആർക്കാണുള്ളത്? വളരെ മൈനോറിറ്റി ആയിട്ടുള്ള ഒരു വിഭാഗത്തിന്. അല്ലാതെ ആരിഫ് ഹുസൈൻ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സംഘടനയുടെ സമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞതുപോലെ ഇഫ് ദേ വാണ്ട് ലെറ്റ് ദം ഡു, അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്തോട്ടെ, അത് ഹലാലാണ് എന്നല്ല പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ, മുസ്ലിങ്ങളുടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഈ വിഷയത്തിലുള്ള അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ വിധി എന്താണ്, നിലപാടെന്താണ്? സ്വന്തം മകളെ വിവാഹം കഴിക്കുന്നത് അത് ലീഗലായിട്ട് ഉണ്ടാകുന്ന കുട്ടിയായിക്കോട്ടെ, ഇല്ലീഗലായിട്ട് ഉണ്ടാകുന്ന കുട്ടിയായിക്കോട്ടെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഹറാം. ഇത് ഫോർബിഡൻ, അത് നിരോധിച്ചതാണ് എന്നുള്ളതാണ്. ഇസ്ലാമിക രാജ്യമായിട്ടുള്ള കുവൈറ്റ് ഒഫീഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള വർക്ക്, 4 മദ്ഹബുകളും ഉൾക്കൊള്ളുന്ന കർമ്മശാസ്ത്രപരമായിട്ടുള്ള രേഖ. ഒരാൾക്ക് തൻ്റെ ജാരസന്തതിയായിക്കൊണ്ട് അഥവാ ഇല്ലീഗലായിക്കൊണ്ട് അവിഹിതത്തിലൂടെ ഒരു പെൺകുട്ടി ഉണ്ടായാൽ പോലും അവളെ വിവാഹം കഴിക്കുന്നത് ഇസ്ലാമിൽ നിഷിദ്ധമാണ്. കഴിഞ്ഞിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുട്ടിയെ വിവാഹം കഴിക്കുന്നത് അനുവദിക്കുന്നുണ്ടോ ഇസ്ലാമിൽ? അദ്ദേഹം മറുപടി പറഞ്ഞു, ഇറ്റ്സ് ഹറാം, അത് ഹറാമാണ്. മെജോറിറ്റി ഒപ്പീനിയൻ, പണ്ഡിതന്മാരുടെ മെജോറിറ്റി ഒപ്പീനിയൻ എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം മകളെ, അത് ഇല്ലീഗലായിക്കോട്ടെ, അവളെ വിവാഹം കഴിക്കാൻ പാടില്ലാത്തതാണ്, അതാണ് ശരിയായത് എന്ന് ആര് പറയാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്. മൈനോറിറ്റി പണ്ഡിതന്മാർക്ക് തെറ്റ് പറ്റിയതാണ്. കാരണം ഇതാണ് ശരിയായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
ഇസ്ലാമിന്റെ പ്രമാണങ്ങളെക്കുറിച്ച് അറിയാത്ത ആൾക്കാരോട് പറയുകയാണ്, ഇസ്ലാമിൽ തെറ്റ് പറ്റാത്തതായിട്ട്, ഒരു കാര്യത്തിൽ തെറ്റ് പറ്റാത്തതായിട്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ. റസൂലിന് മാത്രമേ ഉള്ളൂ വഹീന്റെ സംരക്ഷണം ഉള്ളത്. വേറെ ആരും ആയിക്കോട്ടെ, ഏത് സാധാരണക്കാരനായ വ്യക്തിയും ഏത് പണ്ഡിതരായാലും ശരി, അവർ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവർക്ക് മിസ്റ്റേക്ക് വരും. അത് ഞാൻ പറഞ്ഞതല്ല, അത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ ഖബറിൽ കിടക്കുന്ന പ്രവാചകനുണ്ടല്ലോ, അദ്ദേഹത്തിന് മാത്രമേ തെറ്റ് പറ്റാത്തതായിട്ടുള്ളൂ, ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് വരും. ഇതേ അഭിപ്രായം തന്നെയാണ് ഇമാം അബൂ ഹനീഫക്കും ഇമാം ഷാഫിക്കും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇവർക്കെല്ലാവർക്കും ഉള്ളത്. ഖുർആനിൽ ആയത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരിഫ് ഹുസൈൻ അപ്പോൾ തുടങ്ങിയ തപ്പലാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ നെറ്റ് കിട്ടിയിട്ടില്ല എന്നാവും. ലണ്ടനിൽ പോയിട്ട് നെറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ആ രാജ്യം കേസ് കൊടുക്കാതിരുന്നാൽ നിന്റെ ഭാഗ്യം. ഒരിക്കലും ഖുർആൻ ആയത്ത് കിട്ടാൻ പോകുന്നില്ല, ആരിഫ് കുടുങ്ങി എന്ന് മനസ്സിലായ ശേഷം ഇവർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഖുർആനിലല്ലേ ഇല്ലാത്തതുള്ളൂ, ഇസ്ലാമിലുണ്ടല്ലോ അല്ലേ? ഇസ്ലാമിലും ഇല്ല, അതാണ് ഇത്ര നേരം പറഞ്ഞത്. ഇസ്ലാമിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യലായിട്ടുള്ള നിയമമല്ല അത്. ആ നിയമം എന്താണെന്നുള്ളത് വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, പണ്ഡിതന്മാർക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത് ഒപ്പീനിയൻസ് ആണ്, അല്ലാതെ ഇംപ്ലിക്കേഷൻസ് അല്ല. അതായത് നിരീശ്വരവാദത്തിൽ സ്വന്തം അമ്മയുമായിട്ട് ബന്ധപ്പെടാം എന്ന് ആശയപരമായി കൊണ്ട് ശരിയാണെന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമേ അല്ല ഇത്. ഒപ്പീനിയൻസ് മാത്രമാണ്. ആരിഫ് ഹുസൈൻ ചെയ്യുന്നത് ചെറിയ പിക്കിംഗ് ആണ്. ചെറിയ പിക്കിംഗ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ മാത്രമല്ല പറയുന്നത്, ഏത്തിയസ്റ്റ് പോലും പറയുന്നുണ്ട്. നിങ്ങൾ കേട്ടു നോക്ക്. Now this is what I pointed to in my first video about him. Arif cherry picks without context and then says Islam says this, Islam says that, this is the rule. It's not true. കേട്ടല്ലോ, ആരിഫ് ഹുസൈൻ ചെറിയ പിക്ക് ചെയ്യാണ്. അവൻ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് വിഷയങ്ങളെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒഫീഷ്യലായിട്ടുള്ള ഇസ്ലാമിന്റെ നിലപാടായി കൊണ്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട്. മുസ്ലിം അല്ല, ഒരു ഏത്തിയസ്റ്റ് ആണ്. അതൊക്കെ പോട്ടെ, എല്ലാം ഒഴിവാക്കി വിടും. ആരിഫേ, എവിടെ മോനെ ആയത്ത്? You're going to post a verse from the Quran. You're going to post a verse from the Quran that says Muslims can marry their daughters. Yes, I will. You're going to, and if it's not there, I will apologize. a verse from the Quran, a verse from the Quran. Okay, he will apologize.